നമ്മൾ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട 12ാമത്തെയും ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഹോസ്പിറ്റൽ ടൈപ്പ്. കാരണം ഒരു ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ ബെനിഫിറ്റ് പ്രധാനമായിട്ടും 2 രീതിയിലാണ് അതിൻ്റെ കസ്റ്റമേഴ്സിലേക്ക് വരിക. ഒന്ന് എന്ന് പറയുന്നത് ക്യാഷ്ലെസ് ആയിട്ട്, രണ്ടെന്ന് പറയുന്നത് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട്. ക്യാഷ്ലെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു, നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസിൻ്റെ കാർഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, കയറുന്നത് മുതൽ ഇറങ്ങുന്നിടം വരെയുള്ള എല്ലാ കാര്യങ്ങളും നേരിട്ട് ആ ഹോസ്പിറ്റലിൽ കമ്പനിയുമായിട്ട് സംസാരിക്കും. എല്ലാം കമ്പനി നേരിട്ട് ഹോസ്പിറ്റലിന് ക്യാഷ് കാര്യങ്ങളെല്ലാം സെറ്റിൽ ചെയ്യും. ഈ പറയുന്ന കസ്റ്റമർ 1 രൂപ പോലും ഹോസ്പിറ്റലിൽ കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതിനെയാണ് ക്യാഷ്ലെസ് ഫെസിലിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫെസിലിറ്റി നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ഹോസ്പിറ്റൽ നമ്മൾ ഇൻഷുറൻസ് എടുത്ത കമ്പനിയുമായിട്ട് ഓൾറെഡി ടൈപ്പിൽ ആയിരിക്കണം. അപ്പോൾ നമ്മൾ ചെല്ലുന്ന ഹോസ്പിറ്റൽ എന്തെങ്കിലും കാരണം കൊണ്ട് ഈ പറയുന്ന ടൈപ്പിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഇല്ല എന്നല്ല അതിൻ്റെ അർത്ഥം. അപ്പോൾ അതിനർത്ഥം നമുക്ക് ക്യാഷ്ലെസ് ആയിട്ട് ആ ബെനിഫിറ്റ് കിട്ടില്ല എന്നേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ ഉണ്ടാകുന്ന എല്ലാ ചിലവിനും നമ്മൾ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുക്കേണ്ടി വരും. എന്നിട്ട് വൺസ് നമുക്ക് എല്ലാ ബില്ലും കിട്ടിക്കഴിയുമ്പോൾ നമ്മൾ ഓഫ്ലൈനായിട്ടോ അല്ലെ ഓൺലൈനായിട്ടോ ഇതിൻ്റെ എല്ലാം നമ്മൾ കമ്പനിക്ക് അയച്ചു കൊടുത്തിട്ട് ക്യാഷ് വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യേണ്ടി വരും. ഇതിനെയാണ് റീഇംബേഴ്സ്മെൻറ്റ് എന്ന് പറയുന്നത്. കേരളത്തിലുള്ള എല്ലാ ഹോസ്പിറ്റൽസും അല്ലാന്നുണ്ടെങ്കിൽ ഇന്ത്യയിലുള്ള എല്ലാ ഹോസ്പിറ്റൽസും ഒരു ഇൻഷുറൻസ് കമ്പനിയിലും ചിലപ്പോൾ ടൈപ്പ് ആവണമെന്നില്ല. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ഹോസ്പിറ്റൽസ് അല്ലാന്നുണ്ടെങ്കിൽ ഏറ്റവും വേണ്ടപ്പെട്ട ഹോസ്പിറ്റൽസൊക്കെ ഒരു കമ്പനിയിലുണ്ടെന്ന് ഉറപ്പാക്കിയതിന് ശേഷം ആ ഒരു കമ്പനിയുടെ ഇൻഷുറൻസ് എടുക്കുക. ഇനി അടുത്തുള്ള ഹോസ്പിറ്റലിൽ ടൈപ്പ് ഇല്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് റീഇംബേഴ്സ്മെൻ്റ് ആയിട്ട് നിങ്ങളുടെ ഇൻഷുറൻസ് തുക കിട്ടുക തന്നെ ചെയ്യും. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ കിട്ടുന്ന മറ്റൊരു ബെനിഫിറ്റാണ് ഇയർലി മെഡിക്കൽ ചെക്കപ്പ്. ഇതുകൊണ്ടുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, നമുക്ക് എല്ലാ വർഷവും നമ്മുടെ ഹെൽത്ത് കാര്യങ്ങൾ ചെക്ക് ചെയ്യാനും നമ്മൾ ആരോഗ്യവാന്മാരാണെന്ന് ഉറപ്പാക്കാനും കഴിയും. 2, ഇത് ചെയ്യുന്നുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ റിപ്പോർട്ടെല്ലാം സേവ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഭാവിയിൽ എന്തെങ്കിലും അസുഖം വരുമ്പോൾ ഇതൊരു പ്രീ എക്സിസ്റ്റിംഗ് ഇൽനെസ് ആണോ എന്നൊരു സംശയം തോന്നുവാണെങ്കിൽ നമുക്ക് ഈ റിപ്പോർട്ടുകൾ കാണിച്ചിട്ട് ഇതിന് മുമ്പ് ഇല്ലായിരുന്നു, ഇത് ഇപ്പോൾ വന്നതാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിൻ്റാണ് റീസ്റ്റോർ അല്ലെ റീചാർജ് എന്നൊക്കെ പറയുന്നത്. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 5 ലക്ഷം രൂപ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുന്ന ഒരാൾക്ക് റിസർവിൽ വീണ്ടും ഒരു 5 ലക്ഷം രൂപയും കൂടെ സാധാരണ കാണുമായിരിക്കും. ഇതെന്ന് പറയുന്നത് NCB അല്ലെ നോ ക്ലെയിം ബോണസ് അല്ല, നോ ക്ലെയിം ബോണസ് കൂടാതെ തന്നെ റിസർവിൽ ഒരു 5 ലക്ഷം രൂപയും കൂടെ കാണും. ഇപ്പോൾ ഈ റീസ്റ്റോർ അല്ലെ റീചാർജ് ഒരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കുകയാണെങ്കിൽ, ഇപ്പോൾ 3 പേരുള്ളൊരു ഫാമിലി ABC, അവർ 5 ലക്ഷം രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് A എന്ന് പറയുന്ന ആൾ 5 ലക്ഷവും ഉപയോഗിച്ച് തീർത്തു വെച്ചോളൂ. അപ്പോൾ പിന്നെ Bയും Cക്കും ഇനി എന്തെങ്കിലും കിട്ടാനുണ്ടോ? ഇല്ല, അത് 0 ആയി എന്നായിരിക്കും വിചാരിക്കുന്നത്. പക്ഷേ Bയോ അല്ലെ Cയോ ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ റിസർവിൽ വീണ്ടും ഒരു 5 ലക്ഷം ഇരിപ്പുണ്ടാവും. അത് B അല്ലെ C ആരാണോ അഡ്മിറ്റ് ആവുന്നത് അവർക്ക് അത് കിട്ടും. ഇതാണ് ഈ റീസ്റ്റോറിൻ്റെ ബെനിഫിറ്റ്. ഈ റീസ്റ്റോറും 2 രീതിയിൽ വരാറുണ്ട്. ഒന്ന് എന്ന് പറയുന്നത്, ഇപ്പോൾ 5 ലക്ഷം രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ആണ് ഉള്ളതെങ്കിൽ ആ 5 ലക്ഷവും യൂസ് ചെയ്ത് തീർന്നാൽ മാത്രമായിരിക്കും ഈ റീസ്റ്റോർ വരുന്നത്. അതായത് A എന്ന് പറയുന്ന ആൾ ഒരു 3 ലക്ഷം രൂപയുടെ ബില്ല് വന്നു, അപ്പോൾ 5 ലക്ഷത്തിൽ നിന്ന് 3 ലക്ഷം പോയി, ബാക്കി 2 ലക്ഷം രൂപയുണ്ട് ഇൻഷുറൻസിൽ. B എന്ന് പറയുന്ന ആളും അഡ്മിറ്റായി 3 ലക്ഷം രൂപയുടെ ബില്ല് വന്നു കഴിഞ്ഞാൽ 2 ലക്ഷം രൂപ മാത്രമേ കിട്ടത്തുള്ളൂ. 1 ലക്ഷം രൂപ കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. അപ്പോൾ ടോട്ടൽ ഹെൽത്ത് ഇൻഷുറൻസ് 0 ആയതിന് ശേഷം മാത്രം റീസ്റ്റോറിൽ നിന്ന് 5 ലക്ഷം രൂപ വീണ്ടും ഇതിനകത്തോട്ട് വരും. പിന്നെ C എന്ന് പറയുന്ന ആൾ അഡ്മിറ്റ് ആവുകയാണെങ്കിൽ 3 ലക്ഷം രൂപയുടെ ഒരു ബില്ല് വരുവാണെങ്കിൽ 3 ലക്ഷം രൂപയും Cക്ക് കിട്ടും. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്. രണ്ടാമത്തെ മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ 5 ലക്ഷം രൂപയും ഫുള്ള് തീരേണ്ട ആവശ്യമില്ല. ഇതിനകത്ത് ഇനി ആദ്യത്തെ എക്സാമ്പിൾ ഒന്നുകൂടെ നോക്കാം. A എന്ന് പറയുന്ന ആൾ 3 ലക്ഷം രൂപ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പിന്നെ 2 ലക്ഷമാണ് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളത്. B എന്ന് പറയുന്ന ആൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 3 ലക്ഷം രൂപയുടെ ബില്ല് വന്നു കഴിഞ്ഞാൽ Bക്കും 3 ലക്ഷം രൂപ കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓൾറെഡി ഹെൽത്ത് ഇൻഷുറൻസ് 2 ലക്ഷം ഉണ്ടായിരുന്നു, അതും വന്നു. റിസർവിലുണ്ടായിരുന്ന 5 ലക്ഷത്തിൽ നിന്ന് 1 ലക്ഷവും വന്നു. അങ്ങനെ 3 ലക്ഷം രൂപ Bക്കും കിട്ടും. Cയും 3 ലക്ഷം രൂപയുടെ ഒരു ബില്ല് വന്നു കഴിഞ്ഞാൽ അയാൾക്കും 3 ലക്ഷം രൂപ കിട്ടും. പിന്നെ ബാക്കി 1 ലക്ഷം രൂപയായിരിക്കും റിസർവിൽ ഉണ്ടാവുക. അതായത് നമ്മുടെ ആദ്യത്തെ 5 ലക്ഷം രൂപ ഫുള്ള് തീരാതെ തന്നെ കുറച്ച് തീരുന്നതിനനുസരിച്ച് ബാക്കി റിസർവിൽ നിന്ന് ഓട്ടോമാറ്റിക്കായിട്ട് ഈ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് ഫില്ലായിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ എപ്പോഴും ഈ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ലാകുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് തിരഞ്ഞെടുക്കാൻ ശ്രദ്ധിക്കുക.
ഇല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 1000 രൂപയോ അല്ല 10,000 രൂപയെങ്കിലും ആ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ പെൻഡിങ് വന്നു കഴിഞ്ഞാൽ ഈ റീസ്റ്റോറിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടാതെ വരും. ഇനി ഈ റീസ്റ്റോർ ബെനിഫിറ്റും ഇനിയും 2 രീതിയിലൂടെ വരാം. അതായത് സെയിം അസുഖം സെയിം ആൾക്ക് വീണ്ടും വന്നാൽ കിട്ടുന്ന രീതിയിലുമുണ്ട്, കിട്ടാത്ത രീതിയിലും ഉണ്ടാകും. അതായത് കിട്ടാത്ത രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ എ എന്ന് പറയുന്ന ആൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി 4 ലക്ഷം രൂപയുടെ ഒരു ബില്ല് വന്നു. അപ്പോൾ ആദ്യത്തെ വട്ടം അതെന്തായാലും കിട്ടി. ഒരു ഹാർട്ട് സർജറി ആയിരുന്നു വെച്ചോളൂ, ബില്ല് 4 ലക്ഷം വന്നു, അത് 4 ലക്ഷം രൂപ എക്ക് കിട്ടും. ഇതേ എ ഒരു 2-3 മാസം കഴിഞ്ഞ് വീണ്ടും ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവുന്നു, ഹാർട്ട് സർജറി തന്നെയാണ്, 4 ലക്ഷം രൂപയുടെ ബില്ല് വീണ്ടും വന്നു കഴിഞ്ഞാൽ റീസ്റ്റോർ ബെനിഫിറ്റ് കിട്ടുന്ന ഓപ്ഷൻ ആണെങ്കിൽ എക്ക് രണ്ടാമത് വീണ്ടും 4 ലക്ഷം കിട്ടും. കിട്ടാത്ത ഓപ്ഷൻ ആണെങ്കിൽ എക്ക് ആ 4 ലക്ഷം കിട്ടില്ല, പകരം കയ്യിൽ നിന്ന് കൊടുക്കേണ്ടി വരും. പിന്നെ ഈ റിസർവിൽ കിടക്കുന്ന ക്യാഷ് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിക്കോ സിക്കോ അല്ല എക്ക് തന്നെ ഹാർട്ട് സർജറി റിലേറ്റഡ് വേറെ എന്തെങ്കിലും അസുഖങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ ക്ലെയിം കിട്ടുന്ന രീതിയിലുമായിരിക്കും സെറ്റ് ചെയ്തിരിക്കുക. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ ശ്രദ്ധിക്കുന്ന മറ്റൊരു കാര്യമാണ് ആയുഷ് ട്രീറ്റ്മെൻറ്റ്സ്. അതായത് നമ്മുടെ നാട്ടിൽ ഇംഗ്ലീഷ് മെഡിസിൻസ് മാത്രമല്ല മറ്റ് പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റുകളും നമുക്ക് എടുക്കാവുന്നതാണ്. അതിപ്പോൾ ആയുഷ് എന്ന് പറഞ്ഞാൽ ആയുർവേദ, യോഗ, നാച്ചുറോപ്പതി, യുനാനി, ഹോമിയോപ്പതി, അങ്ങനെ പല രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് നമുക്ക് അവൈലബിൾ ആണ്. ഒട്ടുമിക്ക ഹെൽത്ത് ഇൻഷുറൻസിലും ആയുഷും അവൈലബിൾ ആണ്. പക്ഷേ അത് ഓരോ ലിമിറ്റ് സെറ്റ് ചെയ്തിട്ടുണ്ടാവും. ചില പോളിസിയിൽ 25%, 50%, 75%, 100% വരെ ആയുഷ് കിട്ടുന്ന പ്രൊഡക്റ്റും ഇൻഡസ്ട്രിയിൽ അവൈലബിൾ ആണ്. അതായത് 5 ലക്ഷം രൂപയുടെ ഒരു ഹെൽത്ത് ഇൻഷുറൻസിൽ 20% ആയുഷ് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ലക്ഷം രൂപ വരെ നമുക്ക് ആയുഷ് ട്രീറ്റ്മെൻറ്റുകൾക്ക് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും. 100% കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ലക്ഷം രൂപയും നമുക്ക് ആയുഷിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ഉപയോഗിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു രോഗിക്ക് തോന്നുകയാണ് ഇംഗ്ലീഷ് മെഡിസിൻ മാത്രം പോരാ, ഒരു ആയുർവേദ ട്രീറ്റ്മെൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ ഡോക്ടറിൻ്റെ പെർമിഷനോടുകൂടി ഒരു ഗവൺമെൻറ് അംഗീകൃതമായിട്ടുള്ള ഒരു സ്ഥാപനത്തിൽ ആയുർവേദ ചികിത്സ നേടുകയാണെങ്കിൽ അതിനും ക്ലെയിം കിട്ടും. അപ്പോൾ അതിനെയാണ് ആയുഷ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതും പോളിസി ടു പോളിസി മാറിക്കൊണ്ടിരിക്കുക. അപ്പോൾ അതും പോളിസി എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ അടുത്തായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു ടോപ്പിക്കാണ് ഗ്ലോബൽ കവറേജ്. ഇപ്പോൾ നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ട് നാട്ടിൽ മാത്രമല്ല വിദേശത്ത് പോയിട്ടും ട്രീറ്റ്മെൻറ്റ് എടുക്കാനുള്ള ഓപ്ഷൻസ് ഉണ്ടാകും. അതിനെയാണ് ഗ്ലോബൽ കവറേജ് എന്ന് പറയുക. ഇതിപ്പോൾ എല്ലാ പ്രൊഡക്റ്റിലും ഉണ്ടാകണമെന്നില്ല. ചില പ്രൊഡക്റ്റിൽ നമുക്കിത് ആഡ് ഓൺ ആയിട്ട് എക്സ്ട്രാ ക്യാഷ് കൊടുത്തിട്ട് ആഡ് ചെയ്യാൻ പറ്റും. ചില പ്രൊഡക്റ്റിൽ, ചില പ്രീമിയം പ്രൊഡക്ട്സിലൊക്കെ ഇത് ഓട്ടോമാറ്റിക്കായിട്ട് ആ പ്രൊഡക്റ്റിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഇതുണ്ടെങ്കിലുള്ളൊരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വിദേശത്ത് പോയി ട്രീറ്റ്മെൻറ്റ് നടത്തിയാലും അതിനുള്ള എമൗണ്ടും നമുക്ക് ഇൻഷുറൻസ് കവറേജ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങൾ. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇതുവരെ കണ്ടു ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ പറഞ്ഞതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ വീഡിയോയ്ക്കകത്ത് ഇടണമായിരുന്നു എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും ടോപ്പിക് ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ്. നല്ല ഹെൽത്ത് ഇൻഷുറൻസ് പ്രൊഡക്റ്റ് കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഞാനോ എൻ്റെ ടീമോ നിങ്ങളുമായിട്ട് തിരിച്ച് ബന്ധപ്പെടുന്നതാണ്. നമുക്ക് ഏറ്റവും നല്ലൊരു പ്രൊഡക്റ്റ് കാര്യങ്ങൾ നോക്കാം. അപ്പോൾ അടുത്തൊരു ഇൻഫോർമേറ്റീവും ഇൻട്രസ്റ്റിംഗുമായിട്ടുള്ളൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ സബ്സ്ക്രൈബ് ആൻഡ് ഫോളോ.